Hi students, welcome to today's class. Today we are discussing about introduction to ARM architecture. That is, ARM is nothing but advanced risk machine. As the name suggests, it is based on the risk architecture. So we have already discussed what is risk architecture. Risk is nothing but reduced instruction set architecture. In the case of reduced instruction set architecture, the instructions are very small in size and its size is also fixed. So this technology or this architecture is used in this ARM, that is advanced risk machine. Now advanced risk machine is, that is risk എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. റിസ്ക് എന്ന് പറയുമ്പോൾ ഇൻസ്ട്രക്ഷൻ സെറ്റ്സുകൾ അതിൻ്റെ സ്മോൾ ഇൻസ്ട്രക്ഷൻസിനെ ഡീൽ ചെയ്യുന്നതാണ് റിസ്ക് ആർക്കിടെക്ചർ. സോ ഈ റിസ്ക് ആർക്കിടെക്ചർ ബേസിലാണ് ഈ ആം ടെക്നോളജി വർക്ക് ചെയ്യുന്നത് ഓർ ആം പ്രോസസ്സേഴ്സ് വർക്ക് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഇത് ഫൗണ്ട് ചെയ്തത് നവംബർ 1990 ഇറ്റ് ഡസ് നോട്ട് ഫാബ്രിക്കേറ്റ് ദ പ്രോസസർ ഇറ്റ് സെൽഫ്. ദ ലൈസൻസ് ആം കോർ ഡിസൈൻസ് ടു സെമി കണ്ടക്ടർ പാർട്ട്ണർ ഹു ഫാബ്രിക്കേറ്റ് ആൻഡ് സെൽ ടു ദെയർ കൺസ്യൂമേഴ്സ്. മെയിൻലി നമ്മൾ ആം പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നത് മിനിയേച്ചർ ഡിവൈസസിനെ ഡിസൈൻ ചെയ്യാനാണ്. മെയിൻലി സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ്, മൾട്ടിമീഡിയ പ്ലെയേഴ്സ് ഒക്കെയാണ് ഈ ആം ആർക്കിടെക്ചർ അല്ലെങ്കിൽ ആം പ്രോസസ്സേഴ്സിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. സോ മിനിയേച്ചർ ആയിട്ടുള്ള ഡിവൈസസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് വളരെ കുറവും സ്മോൾ ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ഡീൽ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ് നമ്മൾ ഈ ആം ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത്. ആൾസോ ഡെവലപ്പ് ടെക്നോളജീസ് ടു അസിസ്റ്റ് വിത്ത് ദ ഡിസൈനിങ് ഓഫ് ആം ആർക്കിടെക്ചർ. വി യൂസ് സോഫ്റ്റ്വെയർ ടൂൾസ്, ദാറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ബോർഡ്സ്, ഡീബഗ് ഹാർഡ്വെയർസ്, ബസ് ആർക്കിടെക്ചേഴ്സ് ആൻഡ് പെരിഫറൽസ്. ഇതിലൊക്കെ നമ്മൾ ആം ആർക്കിടെക്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആം കൺഫ്രോൺസ് ടു ദ reduced instruction set computer architecture. A typical RISC system is based on load and store model. ഇനി എന്താണ് ആം ആർക്കിടെക്ചർ ആയതുകൊണ്ട് നമ്മുടെ ഈ ഒരു റിസ്ക് ആർക്കിടെക്ചർ ആയതുകൊണ്ട് ആമിലുണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് റിസ്ക് പ്രോസസ്സേഴ്സാണ് നമ്മൾ ആം ആർക്കിടെക്ചേഴ്സിൽ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഈ റിസ്ക് പ്രോസസ്സേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് യൂസസ് സ്മോൾ ഇൻസ്ട്രക്ഷൻസ്. സ്മോൾ ഇൻസ്ട്രക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ സ്മോൾ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡ്, അതായത് സ്മോൾ ടൈംസിൽ നമുക്ക് മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അറ്റ് എ സ്മോൾ സ്പാൻ ഓഫ് ടൈമിൽ നമുക്ക് മില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ സ്പീഡ് ഹൈ ആയിരിക്കും. സോ വൺ ഓഫ് ദ മെയിൻ ഫീച്ചർ ഓഫ് ആം ഈസ് നത്തിങ് ബട്ട് ആം പ്രോസസർ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഹാസ് ഹൈ സ്പീഡ്. ദെൻ ദ അതർ feature is that since it is uses small instructions യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റേഴ്സ് ലെസ് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്താൽ മതി. ലെസ് ട്രാൻസിസ്റ്റേഴ്സ്. സിൻസ് വി ആർ യൂസിങ് ലെസ് ട്രാൻസിസ്റ്റേഴ്സ്, the size is very small. The size of the device is small. So ARM is deal with the miniature devices. So the second features why it is called why it is used for miniature devices is that it uses only small instructions. Since it is using RISC architecture, it uses only less transistors, so the size of the device will be small. Since it is size is small, it uses less power. So these are the main advantages of ARM architecture or ARM processor. So it is mainly suitable for miniature devices. Then the main advantages is, or the main feature is, it uses load and store model or load and store mechanism. It's nothing but operations on registers and not directly on memory. So here the operations done between the registers are നമ്മൾ മെയിൻലി ഓപ്പറേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുക, നോട്ട് ദ മെമ്മറി അല്ല യൂസ് ചെയ്യുന്നത്. സോ ഓൾ ഡാറ്റ മസ്റ്റ് ബി ലോഡഡ് ഇൻ ടു രജിസ്റ്റേഴ്സ് ബിഫോർ ദേ ക്യാൻ ബി ഓപ്പറേറ്റഡ് ഓൺ. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊരു ഡാറ്റ ആണെങ്കിലും നമുക്ക് മെമ്മറി എന്തെന്നാണെങ്കിലും നമ്മൾ ഡാറ്റ എന്ത് ചെയ്യണം, ആദ്യം രജിസ്റ്റേഴ്സിലോട്ട് ലോഡ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ഇവിടെ ലോഡ് ആൻഡ് സ്റ്റോർ മീൻസ് ലോഡ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ലോഡ് ചെയ്യണം. if you want to take a data from the memory, if you want to load a data to the memory, നമുക്ക് ഒരു മെമ്മറിയിൽ നിന്ന് ഡാറ്റ
ഫ്രം ദ മെമ്മറി. നമുക്കൊരു മെമ്മറിയിൽ നിന്ന് ഒരു ഡാറ്റ ലോഡ് ചെയ്യണം, അതായത് ഒരു മെമ്മറിയിൽ നിന്ന് ഡാറ്റ എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം അത് എങ്ങോട്ട് സേവ് ചെയ്യണം, രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യണം. സോ ലോഡ് ദ ഇൻസ്ട്രക്ഷൻ ഈസ് നത്തിങ് ബട്ട് ലോഡ് ദ ഡാറ്റ from the memory to the processor. So in order to take the data from the memory, നമുക്ക് ഒരു മെമ്മറിയിൽ നിന്ന് ഡാറ്റ എടുക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ലോഡ് ചെയ്യണം ഫ്രം വേർ. ടു വേർ, ദാറ്റ് ഈസ് ഫ്രം വേർ ആൻഡ് ടു വേർ. അതാണ് നമ്മളെ മെയിൻ കൺസെപ്റ്റ്. എവിടുന്ന് എങ്ങോട്ടാണ് നമ്മൾ ലോഡ് ചെയ്യേണ്ടത്. നമുക്ക് മെമ്മറിയിൽ നിന്ന് ഒരു ഡാറ്റ എടുക്കേണ്ടി വന്നാൽ നമ്മൾ ഇതിലെന്ത് യൂസ് ചെയ്യുന്നില്ല, മെമ്മറീസ് യൂസ് ചെയ്യുന്നില്ല. സോ ആ ഡാറ്റ ഫ്രം ദ മെമ്മറി ഈസ് ലോഡഡ് ടു ദ പ്രോസസ്സർ. സോ ലോഡ് ദ ഡാറ്റ ടു ദ processor, അതായത് മെമ്മറി, ഫ്രം മെമ്മറി ടു പ്രോസസ്സർ. സോ ഇൻ ദ പ്രോസസ്സർ ദർ വിൽ ബി രജിസ്റ്റേഴ്സ്. പ്രോസസ്സറിൽ എന്തുണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, ആ ഡാറ്റ രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യും. ഇതാണ് ലോഡ് മെക്കാനിസം. ദാറ്റ് ഈസ് നമുക്ക് മെമ്മറിയിൽ നിന്ന് ഡാറ്റ എടുക്കണമെങ്കിൽ. ഇനി നമുക്ക് സ്റ്റോർ മെക്കാനിസം ഈസ് നത്തിങ് ബട്ട് ഇൻ ഓർഡർ ടു സ്റ്റോർ ദ ഡാറ്റ ടു ദ മെമ്മറി. ഓക്കെ, സോ സ്റ്റോർ ദ ഡാറ്റ ഇൻ മെമ്മറി. മെമ്മറിയിലോട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഡാറ്റ മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ വാട്ട് വി വാണ്ട് ടു ഡു, ടേക്ക് ദ ഡാറ്റ ഫ്രം സ്റ്റോർ ദ ഡാറ്റ ഇൻ ടു ദ മെമ്മറി ഫ്രം ദ പ്രോസസ്സറിൽ നിന്ന് നമുക്ക് മെമ്മറിയിൽ നിന്ന് ഡാറ്റ എടുക്കുക, ഫ്രം ദ പ്രോസസ്സറിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് മെമ്മറിയിലോട്ട് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാം. ദിസ് ഈസ് ലോഡ് ആൻഡ് സ്റ്റോർ മെക്കാനിസം. അതായത് നമുക്ക് മെമ്മറി വെച്ചിട്ട് ഇവിടെ ഡീൽ ചെയ്യുന്നില്ല. ഹിയർ വി ഓൺലി ഡീൽ വിത്ത് ദ പ്രോസസ്സർ. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ഫീച്ചർ ഈസ് ഫിക്സ്ഡ് ഇൻസ്ട്രക്ഷൻ ലെങ്ത്. ഇൻസ്ട്രക്ഷൻ ലെങ്ത് ഈസ് ഫിക്സ്ഡ്. ഓക്കെ, അതും നമ്മുടെ റിസ്ക് മെഷീനിൽ വരുന്ന സെയിം ഫീച്ചറാണ്. അതായത് നമ്മുടെ ഫിക്സ്ഡ് ആയിട്ടായിരിക്കും ലെങ്ത് വരുന്നത്. മെയിൻലി ഇവിടെ ലെങ്ത് വരുന്നത് 32 ബിറ്റ് ലെങ്ത് ആട്ടോ. ദെൻ സ്മോൾ നമ്പർ ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് സ്മോൾ നമ്പർ, സ്മോൾ ഇൻസ്ട്രക്ഷൻസ് അവിടെ ഡീൽ ചെയ്യുന്നത്. A large set of general purpose register that can hold either data or an address. ഓക്കെ, ഇവിടെ നമുക്ക് ഒന്നുകിൽ ഡാറ്റ അല്ലെങ്കിൽ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ രജിസ്റ്റേഴ്സ് എടുക്കുന്നത്. However, ARM is not a pure RISC architecture. നമ്മൾ റിസ്ക് ആർക്കിടെക്ചറിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ പ്യുവർ ആയിട്ട് റിസ്ക് അല്ല. സോ സം എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ദീസ് ആർ ദ സം എക്സെപ്ഷണൽ കേസ് ഫ്രം ദ റിസ്ക് ആർക്കിടെക്ചർ. ദാറ്റ് ഈസ് കണ്ടീഷണൽ എക്സിക്യൂഷൻ ഓഫ് മോസ്റ്റ് ഇൻസ്ട്രക്ഷൻ നമ്മൾ കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻ ആൾട്ടർ കണ്ടീഷൻ കോഡ്സ് ഓൺലി വെൻ ഡിസൈഡ്. നമുക്ക് കണ്ടീഷണൽ കോഡുകൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. അഡീഷൻ ഓഫ് 32 ബിറ്റ് ബാരൽ ഷിഫ്റ്റർ ബിഫോർ ഇൻസ്ട്രക്ഷൻ ഈസ് എക്സിക്യൂഷൻ, അത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പെർഫോമൻസ് ബേസ്ഡ് പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഫ്ലെക്സിബിൾ പ്രോസസ്സർ. ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രോസസ്സർ അല്ല. സോ ദീസ് ആർ ദ മെയിൻ intro or main characters of ARM. Okay, so there are different types of ARM, that is advanced RISC machine. So in this section we are only dealing with the ARM 7 register. Okay, so next we can study the ARM 7 register. Okay. So this is the features of ARM 7 register. Here we are using 32-bit microcontroller. Also the registers are 32 bits, so 32-bit ALU, and we are using 32-bit data bus. Okay, it uses only aligned data. Here we are using 32-bit instruction, that is RISC characteristics. Now all instructions are of same size like the features of RISC architecture. This ensures only instruction is fetched exactly in one cycle, thus result in high performance. Okay, this ensures only instruction is fetched exactly in one cycle. In one cycle തന്നെ നമുക്ക് എന്ത് ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സിൻസ് ഇറ്റ് ഈസ് എ 32-bit address bus, the size will be 2^32, that is 4 GB memory. It also work in von Neumann architecture. It also work in Harvard and non-Neumann architecture. Mainly ARM 7 is working in von Neumann architecture. It uses a pipelining architecture also, that is 3-stage pipeline, fetch, decode and execute. Okay, that is in first cycle first instruction is fetched, then there is no decoding and executed. Then the other cycle the second instruction is fetched. Okay, during the second cycle of instruction, the second instruction is fetched. At the same time, the first instruction is decoded. So this is pipelining method. Okay, so the processor, the
2 or 3 processor are take placing at the same time. നമ്മളിവിടെ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, ആ സെയിം സൈക്കിളിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യും. ദെൻ തേർഡ് സൈക്കിൾ നമ്മൾ തേർഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുമ്പോൾ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കും, ഡീകോഡിങ് സെക്ഷനിലായിരിക്കും. ആൾസോ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കും, എക്സിക്യൂട്ടിംഗ് സെക്ഷൻ ആയിരിക്കും. അപ്പോൾ അറ്റ് എ ടൈം 3 പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് പൈപ്പ് ലൈനിങ്. അപ്പോൾ നമ്മൾ ഈ ഒരു ARM7 പൈപ്പ് ലൈനിങ് ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 37 രജിസ്റ്റേഴ്സാണ് നമ്മളിവിടെ ARM7ലുള്ളത്. ഓരോ രജിസ്റ്റേഴ്സും 32 ബിറ്റ് സൈസാണുള്ളത്. സോ 16 രജിസ്റ്റർ അവൈലബിൾ അറ്റ് എ ടൈം, ദാറ്റ് ഈസ് R0 to R15. 16 ബിറ്റ് രജിസ്റ്റേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് R0 to R15 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. ദെൻ ഹിയർ ആൾസോ വി ആർ യൂസിങ് ലോഡ് ആൻഡ് സ്റ്റോർ മോഡൽ, ഓപ്പറേഷൻസ് ഓൺ രജിസ്റ്റർ ആൻഡ് നോട്ട് ഡയറക്ട്ലി ഓൺ മെമ്മറി. മെമ്മറി ഡയറക്റ്റായിട്ട് നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റില്ല. ഓപ്പറേഷൻസ് ഓൺ രജിസ്റ്റേഴ്സ് ആണ് ചെയ്യുന്നത്. നമുക്ക് മെമ്മറി ആയിട്ട് നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മെമ്മറി നമ്മൾ ഡാറ്റ എടുത്തിട്ട് നമ്മൾ രജിസ്റ്ററിലോട്ട് അല്ലെങ്കിൽ പ്രോസസ്സറിലോട്ട് സേവ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റനെ ഹാൻഡിൽ ചെയ്യുന്നത്. സോ ദീസ് ആർ അബൌട്ട് ARM7 ആർക്കിടെക്ചർ features. Okay, then in ARM7 there are 7 operating modes. So before saying operating modes പറയുന്നതിന് മുമ്പ് ഈ ഓപ്പറേറ്റിംഗ് മോഡ്സ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് മോഡ്സ് എന്തിനൊക്കെയാണ് നോക്കുന്നത്, 2 കാര്യങ്ങളെ മെയിനായിട്ട് നോക്കുന്നത്. ഒന്ന് അവൈലബിലിറ്റി ഓഫ് രജിസ്റ്റർ ടു ദ പ്രോഗ്രാമർ. ഈ ഓപ്പറേറ്റിംഗ് മോഡ് മെയിനായിട്ട് നമ്മൾ നോക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഫസ്റ്റ് അവൈലബിലിറ്റി ഓഫ് രജിസ്റ്റർ, ഏതൊക്കെ രജിസ്റ്റർ അവൈലബിൾ ആണോ ഫോർ ദ പ്രോഗ്രാമറിന് രജിസ്റ്റേഴ്സ് അവൈലബിൾ ആണോ എന്ന് നോക്കും. ദെൻ സെക്കൻഡ് വൺ ഇസ് റൈറ്റ് ടു ആക്സസ് CPSR നമുക്ക് ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ എന്നുള്ളത്. CPSR ഈസ് നത്തിങ് ബട്ട് കറണ്ട് പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്റർ. ഓക്കെ, അത് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, then CPSR means current program status register. There are 2 registers, that is current program status register and saved program status register. Okay, so current program status register നമുക്ക് ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ എല്ലാം നോക്കുന്നതാണ് ഈ ഓപ്പറേറ്റിംഗ് മോഡ്സ്. ഓക്കെ, ദീസ് മോഡ്സ് ആർ പ്രൊട്ടക്റ്റഡ് ഓർ എക്സെപ്ഷൻ മോഡ്സ് വിച്ച് ഹാവ് അസോസിയേറ്റഡ് വിത്ത് ഇൻട്രപ്റ്റ് സോഴ്സ് ആൻഡ് ദെയർ ഓൺ രജിസ്റ്റർ സെറ്റ്. ഓക്കെ, ഇനി ഓപ്പറേറ്റിംഗ് മോഡ്സ് 2 മെത്തേഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 2 മോഡ്സിൽ മെയിനായിട്ട് 2 മെത്തേഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ പ്രിവിലേജ്ഡ് ആൻഡ് അൺപ്രിവിലേജ്ഡ് മോഡ്. പ്രിവിലേജ്ഡ് മോഡുണ്ട്, അൺപ്രിവിലേജ്ഡ് മോഡുണ്ട്. ഈ 7 ഓപ്പറേറ്റിംഗ് മോഡിൽ ഈ യൂസർ മോഡ് മാത്രമാണ് അൺപ്രിവിലേജ്ഡ് മോഡ്. ബാക്കിയുള്ള 6 മോഡും പ്രിവിലേജ്ഡ് മോഡാണ്. വാട്ട് ഈസ് പ്രിവിലേജ്ഡ് മോഡ് ആൻഡ് വാട്ട് ഈസ് നോൺ പ്രിവിലേജ്ഡ് മോഡ്? ഈ പ്രിവിലേജും നോൺ പ്രിവിലേജ് ഒക്കെ പറയുന്നത് ഈ CPSRനെ നോക്കിയിട്ടാണ്. അതായത് കറൻറ്റ് പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്റർ. അതായത് ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്റ്റാറ്റസ് എന്താ എന്ന് പറയുന്ന രജിസ്റ്റേഴ്സാണ് കറൻറ്റ് പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്റർ. സോ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പ്രിവിലേജ്ഡ് ഉണ്ട്, നോൺ പ്രിവിലേജ്ഡ് ഉണ്ട്. പ്രിവിലേജ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ CPSR പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്റർ നമുക്ക് റീഡ് ആൻഡ് റൈറ്റ് ആക്സസ് ഉണ്ടെങ്കിൽ, റീഡ് ആൻഡ് റൈറ്റ് ആക്സസ് ഓഫ് CPSR ആണെങ്കിൽ we can say it is a privileged mode. Then CPSR നമുക്ക് only read access മാത്രമാണെങ്കിൽ, not write, only read access മാത്രമാണെങ്കിൽ this is unprivileged mode. So user mode മാത്രമാണ് unprivileged mode. So 7 mode ഉണ്ട്. Then first mode is supervisor mode. ഈ supervisor മോഡാണ് നമ്മുടെ ഡിഫോൾട്ട് മോഡായിട്ടുള്ളത്. ഡിഫോൾട്ടായി കിടക്കുക, ഏതൊരു രജിസ്റ്ററും ഡിഫോൾട്ടായി കിടക്കുന്ന ഈ സൂപ്പർവൈസർ മോഡാണ്. ദിസ് ഈസ് പ്രൊട്ടക്റ്റഡ് മോഡ് for running system level code to access hardware or run OS calls. The ARM7 enter this mode after reset. റീസെറ്റിന് ശേഷമാണ് ഈ ഒരു മോഡിലോട്ട് അതായത് നമ്മൾ റീസെറ്റ് പൊസിഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു മോഡിലോട്ട് കൊടുക്കുന്നത്. അതായത് പ്രോസസ്സർ റെസ്റ്റിംഗ് മോഡിലാണ്. പ്രോസസ്സർ റെസ്റ്റിംഗ് മോഡ് എന്നാണ് ഈ ഒരു സൂപ്പർവൈസർ മോഡിന് പറയാം. ഇവിടെ പ്രോസസ്സർ എന്താണ്, റെസ്റ്റിലാണ്. ഇതൊരു പ്രൊട്ടക്റ്റഡ് മോഡാണ്. ഫോർ സിസ്റ്റം ലെവൽ കോഡ് ടു ആക്സസ്, നമുക്ക് ഹാർഡ്വെയർ ആണോ ഓർ OS കോൾസ് ആണ്, നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ കോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാർഡ്വെയർ ആണോ കോൾ ചെയ്യുന്നത് എന്നൊക്കെ പറയാനുള്ള ഒരു പ്രൊട്ടക്റ്റഡ് മോഡിലാണ് സൂപ്പർവൈസർ മോഡ്. ഡിഫോൾട്ട് മോഡാണ്. ദിസ് മോഡ് എൻ്റെ ആഫ്റ്റർ റീസെറ്റിന് ശേഷം എൻ്റർ ചെയ്യുന്ന മോഡാണ് സൂപ്പർവൈസർ മോഡ്. ഈ സൂപ്പർവൈസർ മോഡിൽ നമ്മുടെ പ്രോസസ്സേഴ്സ് എന്തായിരിക്കും, റെസ്റ്റിലായിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് മോഡ് ഈസ് FIQ മോഡ്, ദാറ്റ് ഈസ് ഫാസ്റ്റ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് മോഡ്.
ഫാസ്റ്റ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് മോഡ് മീൻസ് ഇതിൻ്റെ പേര് പോലെ തന്നെ ഫാസ്റ്റായിട്ട് ഇൻട്രപ്റ്റിനെ ചെയ്യും. അതായത് നമുക്ക് ഹൈ പ്രയോറിറ്റി ഇൻട്രപ്റ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മോഡിലാണ് വർക്ക് ചെയ്യുക. കാരണം നമുക്ക് ഈ ഇൻട്രപ്റ്റിനെ നമുക്ക് ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ദിസ് മോഡ് സപ്പോർട്ട് ഹൈ സ്പീഡ് ഇൻട്രപ്റ്റ് ഹാൻഡിലിംഗ്. ഇൻട്രപ്റ്റ് ഹൈ സ്പീഡിൽ ഹാൻഡിൽ ചെയ്യും. സോ നമുക്ക് ഹൈ പ്രയോറിറ്റി ഇൻട്രപ്റ്റ്സ് വന്നാൽ ഈ ഒരു മോഡിലാണ് വർക്ക് ചെയ്യുക. ARM7 ഫാസ്റ്റ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് മോഡിൽ വർക്ക് ചെയ്യും ഹൈ പ്രയോറിറ്റി ഇൻട്രപ്റ്റ് വന്നാൽ, ബിക്കോസ് ഹൈ സ്പീഡ് ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ് ആണ് ഈ ഒരു കേസിലുണ്ടാവുക, ഈ ഒരു മോഡിൽ. ദെൻ തേർഡ് മോഡ് ഈസ് IRQ മോഡ്. IRQ മോഡ് ഈസ് നത്തിങ് ബട്ട് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് മോഡ്. ദീസ് മോഡ് സപ്പോർട്ട് ഓൾ അതർ ഇൻട്രപ്റ്റ് സോഴ്സ് ഇൻ എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലെ എല്ലാവിധ ഇൻട്രപ്റ്റും ഈ ഒരു മോഡിൽ വർക്ക് ചെയ്യും. അതായത് ലോ പ്രയോറിറ്റി ആണെങ്കിൽ ഏത് പ്രയോറിറ്റിയിലുള്ള ഇൻട്രപ്റ്റിനെയും ഹാൻഡിൽ ചെയ്യുന്നത് IRQ മോഡാണ്. ഓക്കെ, ദെൻ ദ ഫോർത്ത് മോഡ് ഈസ് അബോർട്ട് മോഡ്. ഇഫ് ആൻ ഇൻസ്ട്രക്ഷൻ or data is fetched from an invalid memory location, an abort execution exception will be generated. അതായത് അബോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ റിമൂവ് അബോർട്ട് എക്സിക്യൂഷൻ. അതായത് നമ്മൾ വരുന്ന ഇൻസ്ട്രക്ഷൻസ് ഓർ നമ്മൾ എടുക്കുന്ന ഡാറ്റ ഒരു ഇൻവാലിഡ് മെമ്മറി ലൊക്കേഷൻസ് നിന്നാണെങ്കിൽ ഫെച്ച് ചെയ്യുന്നതെങ്കിൽ അതെന്ത് ചെയ്യും, അബോർട്ട് എന്നുള്ള ആ ഒരു മോഡിലോട്ട് മാറും. സോ ദാറ്റ് ഈസ് abort exception will be generated. ആ ഒരു മോഡ് അബോർട്ട് ചെയ്യും. Then next is undefined mode. If a fetched opcode is not an ARM instruction, an undefined instruction execution will be generated. അതായത് നമ്മളിപ്പോൾ ഫെച്ച് ചെയ്ത കോഡ് ARM ഇൻസ്ട്രക്ഷനിൽ പെട്ടതല്ല, വേറെ ഏതെങ്കിലും ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ അത് അൺഡിഫൈൻഡ് മോഡിലോട്ട് പോകും. ദ മോഡ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ദെൻ നെക്സ്റ്റ് ആണ് യൂസർ ഡിഫൈൻ. ഈ പറഞ്ഞ ഈ 5 മോഡുകളും നമ്മളറിയാം. ഇറ്റ് ഈസ് എ പ്രിവിലേജ്ഡ് മോഡാണ്. ഓക്കെ, പ്രിവിലേജ്ഡ് മോഡ് ദാറ്റ് ഈസ് CPSR രജിസ്റ്ററിനെ CPSR രജിസ്റ്റർ നമുക്ക് റീഡ് ചെയ്യാനും പറ്റും, റൈറ്റ് ചെയ്യാനും പറ്റും, അത് ചേഞ്ചസ് വരുത്താൻ പറ്റും. യൂസർ മോഡ് എന്ന് പറഞ്ഞാൽ ദിസ് മോഡ് ഈസ് യൂസ്ഡ് ടു റൺ ദ ആപ്ലിക്കേഷൻ കോഡ് റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത്. ഇൻ ദ യൂസർ മോഡ് വി കനോട്ട് ചേഞ്ച് ദ കണ്ടൻറ്റ് ഓഫ് CPSRനെ നമുക്ക് കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് അതിലോട്ടൊന്നും റൈറ്റ് ചെയ്യാൻ പറ്റില്ല, കണ്ടൻറ്റ് ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഇതിൻ്റെ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആൻഡ് മോഡ് ക്യാൻ ഓൺലി ബി ചേഞ്ച്ഡ് വെൻ ആൻ എക്സെപ്ഷൻ ഈസ് ജനറേറ്റഡ്. ദിസ് മോഡ് ഈസ് ആൾസോ നോൺ ആസ് അൺപ്രിവിലേജ്ഡ് മോഡ്. ദിസ് ഈസ് ദ ഓൺലി മോഡ് വിച്ച് ഈസ് കാൾഡ് അൺപ്രിവിലേജ്ഡ് മോഡ്. ദിസ് ഈസ് യൂസർ മോഡ്. ഓക്കെ, യൂസർ മോഡ് എന്ന് പറയുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ കോഡാണ് ഇവിടെ റൺ ചെയ്യുന്നത്. മെയിനായിട്ട് മോസ്റ്റ് ഓഫ് ദ കോഡ് നമ്മൾ യൂസർ കോഡിലാണ് വരിക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ CPSR നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഓൺലി റീഡ് ചെയ്യാനേ പറ്റുള്ളൂ, ബിക്കോസ് ഇറ്റ് ഈസ് എ അൺപ്രിവിലേജ്ഡ് മോഡ്. The next mode is system mode. System mode is a type of user mode. User mode ഒരു type ആണെന്ത്, system mode. It is a privileged mode. This mode is used for running operating system task. It uses the same registers as user mode. User mode ഒരു സ്പെഷ്യൽ കേസാണ് സിസ്റ്റം മോഡ്. യൂസർ മോഡ് അൺപ്രിവിലേജ്ഡ് ആണെങ്കിൽ സിസ്റ്റം മോഡ് പ്രിവിലേജ്ഡ് ആണ്. എല്ലാ മോഡും പ്രിവിലേജ്ഡ് ആണ് എക്സെപ്റ്റ് യൂസർ മോഡ്. പിന്നെ യൂസർ മോഡിൽ എല്ലാ രജിസ്റ്റേഴ്സും നമ്മൾ എന്ത് യൂസ് ചെയ്യും, സിസ്റ്റം മോഡിൽ യൂസ് ചെയ്യും. ഇത് മെയിനായിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടാസ്കുകൾ മാത്രമാണ് യൂസർ മോഡിൽ നമ്മൾ വർക്ക് ചെയ്യണത്. മറ്റേത് ആപ്ലിക്കേഷൻ കോഡുകളാണ് യൂസർ മോഡിൽ. സിസ്റ്റം മോഡിൽ അറിയുമ്പോൾ ഓപ്പറേഷൻ സിസ്റ്റം ടാസ്കുകളാണ്. സോ ദീസ് ആർ ദ 7 മോഡ്സ് ഓഫ് ARM architecture. Okay, then there are 7 interrupts ഉണ്ട്, അതുപോലെ തന്നെ എക്സെപ്ഷൻസ്. 7 interrupts means exceptions. 7 addressing modes ഉണ്ട്. 3 data formats സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, that is 8, 16 and 32. These are the 3 data formats of ARM7. So that's all about today's class. That is about introduction to ARM and what is ARM7, that is some features of ARM. So these are and some different modes of ARM. Okay, so that's all about today's class. Thank you.